എവ്രിവൺ വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആ ഒരു പെർട്ടിക്കുലർ ചാപ്റ്ററിൽ നിന്ന് നമ്മുടെ 2024 ചോദിച്ചിട്ടുള്ള ഒരു മാത്സ് ദ ഫോളോയിങ് ക്വസ്റ്റൻ ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ലിസ്റ്റ് 1ഉം ലിസ്റ്റ് 2ഉം കാണാം. ഇപ്പോൾ ഇവിടെ ചില കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, അതിന്റെ എക്സാമ്പിൾസ് ആണ് ലിസ്റ്റ് 1ൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? റോസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ റോസ് ഫ്ലവറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്ത് കാര്യമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കണം. ട്വിസ്റ്റഡ് ഈസ്റ്റിവേഷൻ അല്ല നമുക്കറിയാം. ഓക്കെ, പിന്നെ കൊടുത്തത് ഫ്ലവറിനെ കുറിച്ചുള്ള ഒരു കാര്യം കൊടുത്തിരിക്കുന്നത് എന്താണ്? പെരിഗൈനസ് ഫ്ലവർ ആണ്. ഓക്കെ, അപ്പൊ റോസിന്റെ ആ ഒരു പെർട്ടിക്കുലർ പെക്യുലാരിറ്റി എന്താണ്? ഹാഫ് ഇൻഫീരിയർ ഓവറി ആണ്. സോ ദാറ്റ് ഇസ് ദ എക്സാമ്പിൾ ഓഫ് പെരിഗൈനസ് ഫ്ലവർ. അപ്പൊ എന്താണ് ഫസ്റ്റ് റോസ് എന്ന് പറയുന്നത്? A is 2. ഓക്കെ, ഇനി അടുത്തത് പി ആണ്. പിയില് നമുക്ക് പ്ലാസന്റേഷനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? മാർജിനൽ പ്ലാസന്റേഷൻ എക്സാമ്പിൾ ആണ്. അതായത് ഒരു വെൻട്രൽ സ്യൂച്ചർ ഉണ്ട്, അവിടെയാണ് നമുക്ക് എന്താണ് ഈ പറഞ്ഞ പ്ലാസന്റ കാണുന്നത്. അപ്പൊ പീന്റെ ആ ഒരു സ്ട്രക്ചർ നിങ്ങൾ ഇങ്ങനെ ഓർത്ത് കഴിഞ്ഞാൽ ഇതിലൂടെയാണ് നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ പ്ലാസന്റ കാണുന്നത്. അതിലെ ഓവറി ആൻഡ് ഹിയർ നമുക്ക് എന്താണ് ഒവ്യൂൾസ് കാണാൻ പറ്റും അല്ലെ. അപ്പൊ ആ ഒരു പെർട്ടിക്കുലർ അറേഞ്ച്മെന്റിനാണ് നമ്മൾ മാർജിനൽ പ്ലാസന്റേഷൻ എന്ന് പറയുന്നത്. സോ പി എന്തിന്റെ എക്സാമ്പിൾ ആണ്? മാർജിനൽ പ്ലാസന്റേഷൻ എക്സാമ്പിൾ ആണ്. സോ ബി എന്ന് പറയുന്നത് ഏതാണ് വരുന്നത്? 4 ആണ് വരുന്നത്. ഓക്കെ, ഇനി കോട്ടൺ. കോട്ടൺ ഏതിന്റെ എക്സാമ്പിൾ ആണ്? ട്വിസ്റ്റഡ് ഏസ്റ്റിവേഷന്റെ എക്സാമ്പിൾ ആണ് കോട്ടൺ. ഓക്കെ, കോട്ടണിൽ എന്താണ്? നമ്മുടെ പെറ്റൽസ് ഇങ്ങനെ ട്വിസ്റ്റഡ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ക്ലോക്ക് വൈസ് ഓർ ആന്റി ക്ലോക്ക് വൈസ്, അങ്ങനെ ഒരു പെറ്റലിന്റെ മുകളിൽ മറ്റൊരെണ്ണം ജസ്റ്റ് ഓവർലാപ്പ് ചെയ്തിട്ട് അങ്ങനെ കാണാൻ പറ്റുന്നതിനെയാണ് നമ്മൾ ട്വിസ്റ്റഡ് ഈസ്റ്റിവേഷൻ എന്ന് പറയുന്നത്. ഇനി മാംഗോ എന്തിന്റെ എക്സാമ്പിൾ ആണ്? ഡ്രൂപ്പിന്റെ എക്സാമ്പിൾ ആണ് നമ്മുടെ മാംഗോ എന്ന് പറയുന്നത്. ഓക്കെ, C1 ആണ്. ആൻഡ് ഡി എന്ന് പറയുന്നത് എന്താണ്? തേർഡ് വൺ ആണ്. ഓക്കെ, അപ്പൊ ഡ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്ലഷി ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് ഉണ്ടാവും, അതിന്റെ ഉള്ളിൽ എന്താണ്? ഒരു സ്റ്റോൺ ഉണ്ട് അല്ലെ. അതിന്റെ ഉള്ളിലാണ് നമുക്ക് അതിന്റെ സീഡ് കാണാൻ പറ്റുന്നത്. നമ്മൾ മാങ്ങ കൃത്യമായിട്ട് ഇപ്പൊ മാംഗോ സീസൺ അങ്ങ് കഴിഞ്ഞിട്ടേ ഉള്ളൂ, കഴിഞ്ഞില്ല എന്ന് പറയാം അല്ലെ. അപ്പൊ അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ അല്ലെ. മാങ്ങേന്റെ ഉള്ളിൽ നമുക്ക് എന്താ? മാങ്ങേന്റെ അണ്ടി ഉണ്ടെന്ന് പറയാം അല്ലെ. അപ്പൊ അത് സ്റ്റോൺ ആണ്, റൈറ്റ്. അപ്പൊ അതിന്റെ ഉള്ളിലാണ് അതിന്റെ സീഡ് കാണുന്നത്, അതിനെയാണ് നമ്മൾ ഡ്രൂപ്പ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ആ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇവിടെ A സെക്കൻഡും B4ഉം C1ഉം D3 എന്ന് വരുന്നത് ഫസ്റ്റ് ഓപ്ഷൻ ആണ്. ഓപ്ഷൻ എ ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ ഓക്കെ ആണെന്ന് മിസ് വിചാരിക്കുകയാണ്, മനസ്സിലായെന്ന് മിസ് വിചാരിക്കുകയാണ്. അപ്പൊ ഇതുപോലെ മാത്സ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എപ്പോഴും എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആണ്. ഈ ചാപ്റ്റേഴ്സിൽ നിന്നൊക്കെ കുറെ എക്സാമ്പിൾസ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പൊ അത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു പോകാൻ ശ്രദ്ധിക്കുക. ഓക്കെ, സോ താങ്ക് യു ആൻഡ് ബൈ ബൈ.